എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നാളെ 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി, ചിങ്ങമാസം 24-ാം തീയതി ചൊവ്വാഴ്ച, ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നാളത്തെ ശുഭ അശുഭ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. അവരെ സംബന്ധിച്ച് ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുകയും വ്യാഴം 4 സഞ്ചരിക്കുകയും 12 രാഹു സഞ്ചരിക്കുകയും 7 ചൊവ്വ സഞ്ചരിക്കുന്നതും 6 ആദിത്യനും ബുധനും സഞ്ചരിക്കുന്നതായ സമയം. ശനിയുടെ രാശിമാറ്റം ജന്മരാശിയിലേക്ക് വന്നതിനാൽ ജന്മശനി എന്ന് പറയുന്നൊരു സമയമാണിപ്പോൾ. 2.5 വർഷമാണ് അതിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പരാജയങ്ങളും ധനനഷ്ടങ്ങളും സ്ഥാനഭ്രംശവും ശാരീരിക ക്ഷീണവുമാണ് പൊതുവെയുള്ള ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാളത്തെ ദിവസം പൊതുവെ ചിന്തിച്ചാൽ ഉത്രട്ടാതി നക്ഷത്രക്കാരേക്ക് പലവിധ ധനനഷ്ടങ്ങളും മനോക്ലേശങ്ങൾക്കും ഇടയാക്കുന്ന ഒരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്നതിനോ കുടുംബത്തിൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനോ നാളത്തെ ദിവസം ഇടം നൽകും. ആയതിനാൽ കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തമായ മടി, ആലസ്യത ഇവ മൂലം പഠനകാര്യങ്ങൾ മാറ്റിവെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പ്രോജക്റ്റ് വർക്കുകളും കൃത്യസമയത്ത് ചെയ്തു തീർക്കാനും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിലുകളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിൽ സ്ഥാനങ്ങളിൽ ക്ലേശങ്ങളോ ധനനഷ്ടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നാളത്തെ ദിവസം വളരെ ആലോചിച്ച് വേണം ധനം ചെലവഴിക്കാനായിട്ട്. വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ധനനഷ്ടത്തിനും നാളത്തെ ദിവസം ഇടം നൽകും. ആയതിനാൽ കഴിയാവുന്നതും കടം കൊടുക്കാതിരിക്കാൻ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം അപ്രതീക്ഷിതമായ ധന ലാഭത്തിന് ഇടം നൽകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. പുതിയ ജോലികളിൽ പ്രവേശിക്കുന്നതിനും ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരും നാളത്തെ ദിവസം കാര്യമായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഇൻ്റർവ്യൂകളിലൊക്കെ അറ്റൻഡ് ചെയ്യുക. പൊതുവെ നമുക്ക് നെഗറ്റീവ് വരുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ആയതിനാൽ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പോകുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അപ്രതീക്ഷിതമായി വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും ഏറെ നാളായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കുന്നതിനും നാളത്തെ ദിവസം യോഗം നൽകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ശുഭമായിട്ട് വരണമെന്നില്ല. തൊഴിൽ സ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം അപ്രതീക്ഷിതമായ നേട്ടത്തെ പ്രതീക്ഷിക്കാം. സൗന്ദര്യ വർധന മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം അപ്രതീക്ഷിതമായ നേട്ടത്തെ നൽകുന്ന ഒരു ദിവസമായിരിക്കും. വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വാഹനത്തിൻ്റെ രേഖകൾ കൈവശം സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിയമ നടപടികൾക്കുള്ള സാധ്യത നാളെ വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പറയുന്നുണ്ട്. ആയതിനാൽ ആയ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹാദി ദാമ്പത്യ കാര്യത്തെ ചിന്തിച്ചാൽ വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബജീവിതം നയിക്കുന്നവർക്ക് പലവിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും നാളത്തെ ദിവസം ഇട നൽകാം. ആയതിനാൽ കഴിയാവുന്നതും പങ്കാളികളോടൊന്നും മറച്ചു വയ്ക്കാതെ തുറന്നു പറയാൻ വേണ്ടി ശ്രമിക്കുക. രോഗാദി കാര്യങ്ങളെ ചിന്തിച്ചാൽ ആരോഗ്യപരമായിട്ട് ക്ലേശങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും നാളെ. എന്നാലും പലവിധത്തിലുള്ള മനോവ്യാധികൾ നാളത്തെ ദിവസം അലട്ടുന്നതാണ്. നാളത്തെ ദിവസത്തെ ദോഷങ്ങൾ മാറി ശുഭഫലങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപത്തുള്ള ഭദ്രകാളി ദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ദേവിക്ക് കുരുതി പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തുന്നതും നമ്മുടെ മനോവീര്യത്തെ കൂട്ടാനായിട്ട് ഉപകരിക്കും. നമ്മുടെ പ്രവർത്തന മേഖലകളിലെ തടസ്സങ്ങൾ മാറുന്നതിനും മനോനിയന്ത്രണത്തിനും ആത്മബലം കൂട്ടുന്നതിനും നാളത്തെ ദിവസത്തെ ദേവീക്ഷേത്ര ദർശനം വളരെ ഉപകരിക്കുന്നതാണ്. ആയതിനാൽ എല്ലാവരും തന്നെ നാളെ, പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർ നാളെ സമീപ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും പൊങ്ങച്ചം പറയുന്നവരാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു സ്വഭാവ രീതിയും ഇവർക്കുണ്ട്. കഴിയാവുന്നതും നാളത്തെ ദിവസം ഏറ്റവും അടുത്ത ആൾക്കാരോടുകൂടിയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക.
നമ്മുടെ കാര്യങ്ങൾക്ക് വരുന്ന തടസ്സത്തെ മാറ്റാൻ ഒരു പരിധിവരെ അത് ഉപകരിക്കും. സാധാരണ ഭക്തജനങ്ങളുടെ ഇടയിലെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശത്രുസംഹാര മന്ത്രപുഷ്പാഞ്ജലിയും കുരുതിയും ഒക്കെ. ശരിക്കും ശത്രുസംഹാര മന്ത്രപുഷ്പാഞ്ജലിയുടെ ഒരു ഉദ്ദേശം തന്നെ ശത്രുക്കളെ സംഹരിക്കലല്ല, നമ്മളോട് മറ്റുള്ളവർക്കുള്ള വിരോധം മാറി ഒരൈക്യത വരാൻ കൂടിയാണ് ശത്രുസംഹാര മന്ത്രപുഷ്പാഞ്ജലി. മറ്റുള്ളവർക്ക് നമ്മളുടെ വിരോധങ്ങളും നമ്മളുടെ ദേഷ്യങ്ങളൊക്കെ മാറി അവരുടെ മനസ്സിൽ നമ്മളൊരു സ്നേഹം ഉടലെടുക്കുന്നത് വഴി ആ ശത്രുത അവിടെ ഇല്ലാതാവുകയാണ്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ശത്രുസംഹാര മന്ത്രപുഷ്പാഞ്ജലി നടത്തേണ്ടത്. കുരുതി വേദ്യം നടത്തുന്നത് ആ ഭഗവതിയുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനും കൂടിയാണ്. അപ്പം നമ്മുടെ കർമ്മമേഖലയിൽ നിൽക്കുന്ന തടസ്സങ്ങളും നമ്മുടെ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നിൽക്കുന്ന വൈരാഗ്യ വിദ്വേഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ് ഈ പുഷ്പാഞ്ജലികളും ഈ വഴിപാടുകളൊക്കെ. പക്ഷെ പലവരുടെയും തെറ്റിദ്ധാരണ ശത്രു സംഹാരം ഇല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിപാടായിട്ടാണ് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും അങ്ങനെയുള്ള വഴിപാടുകളില്ല. ശത്രുത മാറുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ആരാധനയും ക്ഷേത്ര വഴിപാടുകളും. ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആയിരിക്കണം എല്ലാവരും വഴിപാട് കഴിക്കേണ്ടത്. നമ്മുടെ ശത്രുക്കളെ നിഗ്രഹിക്കാനോ അവരുടെ നാശത്തിന് വേണ്ടിയിട്ടോ, ശത്രുക്കളുടെ എന്നല്ല, ഒരു മനുഷ്യരുടെയും നാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥന നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. കഴിയാവുന്നതും ക്ഷേത്രങ്ങളിൽ ഒന്നും പ്രാർത്ഥിക്കേണ്ട എന്നാണ്. ഏത് മൂർത്തിയാണോ ആ മൂർത്തിയുടെ നാമം ജപിക്കുക. ക്ഷേത്രത്തിൻ്റെ ആചാരത്തിന് പറഞ്ഞ രീതിയിൽ പ്രദക്ഷിണാദി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സറിഞ്ഞ് ആ ഭഗവാനെ വിളിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് ആ ഭഗവാൻ തീർച്ചയായിട്ടും സാധിച്ചു തരുമെന്നാണ്. നമ്മൾ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന മൂർത്തിയാണ് ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാവരുത് പ്രാർത്ഥന. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയിൽ ആ ഭഗവാൻ നമ്മുടെ കാര്യം സാധിച്ചു തന്നോളും എന്ന ചിന്തയോടുകൂടി വേണം ക്ഷേത്ര ദർശനം നടത്തുവാനും പ്രാർത്ഥിക്കാനും. പലരും കണ്ടിട്ടുണ്ട്, ക്ഷേത്രനടയിൽ കാത്തിരുന്ന് ആ ക്ഷേത്രനട തുറക്കുമ്പോൾ കണ്ണടച്ച് ഭഗവാനെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ക്ഷേത്രനടയിൽ ചെന്നാൽ ഒരു കാരണവശാലും കണ്ണടച്ചുകൊണ്ട് ആ മൂർത്തിനെ പ്രാർത്ഥിക്കരുത്. കണ്ണടച്ച് ആ മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതിനായിട്ടാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. ആ വിഗ്രഹത്തെ വിശേഷാഗ്രാഹ്യത ഇത് വിഗ്രഹ, നമുക്ക് വിശേഷിച്ച് ഗ്രഹിക്കുന്നതിനുള്ളതാണ് ആ വിഗ്രഹം. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ കണ്ണടച്ച് കാണാതെ കണ്ണ് തുറന്ന ആ വിഗ്രഹത്തിൽ ആ ഭഗവാനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കാണുന്ന രീതിയിൽ നോക്കുക. നമ്മുടെ കാര്യങ്ങൾ മനസ്സിൽ ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി. നമ്മുടെ കാര്യങ്ങളൊക്കെ കാരുണ്യമൂർത്തിയായ ആ ഭഗവാൻ സാധിച്ചു തരും. അപ്പോൾ ഒരു കാര്യവും ഭഗവാന്റെ അടുക്കെ പോയി പറയണമെന്നില്ല. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന, അതും ഒരിക്കലും കണ്ണടച്ച് കളയരുത്. നട തുറക്കാൻ ഏറെ നേരം കാത്തിരുന്നിട്ട് നട തുറന്ന ഉടനെ തന്നെ കണ്ണടയ്ക്കുന്നൊരു പ്രവണതയാണ് ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നത്. അതും ഭക്തജനങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും നല്ലൊരു സുദിനത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.